കൊല്ലം അഞ്ചലിൽ നടന്ന ഒരു സംഭവമാണ്. ഒരു ഡോക്ടർ ഹംനാഷ് ഡോക്ടർ ജോലി സുന്നത്ത് നടത്തലാണ്. ഓരോ ക്ലിനിക്കുകളിട്ട് അവിടെ കുട്ടികളെ കൊണ്ടുവന്ന് സുന്നത്ത് നടത്തക്കോണ് ജോലി. ഈ കുട്ടികളെ കൊണ്ടുവരുമ്പോൾ ഈ സുന്നത്ത് നടത്തിയതിന് ശേഷം അതിൽ ഒരുപാട് അപാകതകളൊക്കെ വന്നിട്ടുണ്ട്. അതിന് പരാതിയും കൊടുത്തിട്ടുണ്ട്. എത്ര പരാതി കൊടുത്തിട്ട് എന്ത് കാര്യം? ഡോക്ടർമാർക്ക് തന്നെ ഒരുപാട് പിഴവുകൾ സംഭവിക്കുന്നുണ്ട്. ഹോസ്പിറ്റലിൽ ഇപ്പോൾ ഒരു പ്രസവത്തിന് ഒരു സ്ത്രീയെ അഡ്മിറ്റ് ആക്കുമ്പോൾ ഒന്നുകിൽ ആ പ്രസവത്തെ തുടർന്ന് ആ സ്ത്രീകൾ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ, അതായത് ഈ നെടുമങ്ങാട് തന്നെ ഇപ്പോൾ ഒരു സംഭവം നടന്നതാണ്. ആ ഒരു പെൺകുട്ടി ഇപ്പം കിടന്ന് നരകയാതന അനുഭവിക്കണം ആ ഒരു പ്രസവത്തോടു കൂടി. അതുപോലെ തന്നെ എന്തെങ്കിലും ഒരു ഇത് വന്ന് സർജറി ചെയ്യാനായിട്ട് ഡോക്ടറെ അടുത്ത് നമ്മൾ ചെന്ന് കഴിയുമ്പോൾ ആ ഡോക്ടർ ഒന്നുകിൽ അവരെന്തെങ്കിലും അവരെ വീട്ടിലെ കാര്യങ്ങൾ പറഞ്ഞ് അവർ കഞ്ഞി വെക്കണതും മീൻകറി വെക്കണതും അല്ലെങ്കിൽ അവരെ വീട്ടിലുള്ള മറ്റുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടായിരിക്കും അവർ നിന്ന് ഈ രോഗിയെ സർജറി ചെയ്യണം. സർജറി ചെയ്യുന്ന സമയത്ത് ഒന്നുകിൽ ആ രോഗിയുടെ വയറ്റിനകത്ത് ഒന്നി കത്രിക വയ്ക്കുകയും തുന്നി അങ്ങ് കെട്ടും. ഇതാണ് അവരെ ജോലി. പിന്നെ അതിരുന്ന് അനുഭവിക്കുന്നത് ആ രോഗിയാണ്. അതിനുശേഷം അവർ ചെന്ന് കഴിഞ്ഞ് അവർ ഈ പരാതി ചെന്ന് പറയുന്നു, അല്ലെങ്കിൽ എനിക്ക് വേദനയാണ് എന്ന് പറഞ്ഞാൽ പോലും അവർ മൈൻഡ് ചെയ്യൂല. ഡോക്ടർമാർക്കെന്ത്, അവർക്ക് മാസം തോറും ശമ്പളം കിട്ടുന്നുണ്ടല്ലോ. പിന്നെ ഈ കിടന്ന് അനുഭവിക്കണം മറ്റുള്ള രോഗികളാണ്. അപ്പം ഡോക്ടർമാർ ഒരുപാട് ശ്രദ്ധിക്കാനുണ്ട്, വിശേഷിച്ച് ഈ ഗവൺമെൻറ് ഹോസ്പിറ്റലിലെ ഡോക്ടറായിരുന്നാലും സിസ്റ്റർമാരായിരുന്നാലും ഈ രോഗികൾ ചെന്ന് ഒരു അസുഖം വന്ന് കാത്തു കിടക്കുമ്പോൾ അവർക്കുണ്ടാകുന്ന വേദനകൾ അവരിൽ ഒരുമാതിരിയാണ് ആ രോഗികളെ കാണുന്നത്. ക്യൂവിൽ മണിക്കൂറുകളോളം നിൽക്കുന്നുണ്ട്. അങ്ങനെയുള്ള ഒരുപാട് അനുഭവങ്ങളുണ്ട്. ഇപ്പം ഞാനിവിടെ പറയാൻ വരുന്ന കുറച്ച് കാര്യങ്ങളാണ്. ഇയാൾക്ക് കൂടുതൽ സുന്നത്ത് ചെയ്യക്കോണ് ജോലി. ഹംനാഷ് എന്നാണ് യവൻ്റെ പേര്. ഈ നാറിയ ഇപ്പം എന്താ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്നുണ്ട്. ഈ നാറിക്ക് പരസ്ത്രീ ബന്ധവുമുണ്ട്. സുന്നത്ത് മാത്രമല്ല, ഇയാൾക്ക് വേറെ പരിപാടികളുണ്ട്. ഇതിപ്പോൾ കണ്ടാത്തൊന്ന് യവനെയാണ് പിടിച്ച് കട്ട് ചെയ്ത് അങ്ങ് കളയാനുള്ളത്. കുട്ടികളെ നേരിലായാലും ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടാകുന്നു. നമുക്ക് ഫസ്റ്റ് യവൻ്റെ ഈ കോപ്രായം കാണാം. ഭാര്യയ്ക്കും മകൾക്കും ഡോക്ടറുടെ ക്രൂരമർദ്ദനം. വീട്ടിൽ പതിവായി സ്ത്രീ സുഹൃത്തുക്കളുമായി ഭാര്യയും മകളും ഇല്ലാത്ത സമയത്ത് എത്തിയത് ചോദ്യം ചെയ്ത ഭാര്യയ്ക്കും മകൾക്കുമാണ് ഡോക്ടറായ ഭർത്താവിന്റെ ക്രൂരമർദ്ദനം. അപ്പോഴേ എന്തിനാണ് ഭാര്യയ്ക്കും കുട്ടിക്കും നേരെ, അതായത് അയാളെ ഭാര്യയ്ക്കും മകൾക്കും നേരെയാണ് ഈ ക്രൂരത നടന്നിരിക്കുന്നത്? അത് കാരണം യവൻ്റെ അവിഹിതം. യവൻ്റെ വീട്ടിൽ ഭാര്യയും മകളും ഇല്ലാതിരുന്ന സമയത്ത് അവിടെ യവൻ്റെ കാമുകിമാരെ കൊണ്ടുവന്നു. സുഹൃത്തെന്ന് പറയേണ്ട കാമുകിമാരെ യവൻ അതിനകത്ത് കയറ്റി. ആദ്യം ഒരു കാമുകിയെ കയറ്റി, അത് കഴിഞ്ഞ് രണ്ടാമത്തെ കാമുകിയെ കയറ്റി. ഇത് കണ്ടോണ്ട് വന്ന ഭാര്യ പ്രതികരിച്ചു. പുള്ളിക്കാരൻ എന്തോന്ന് ചെയ്ത് ആക്രമിക്കാൻ തുടങ്ങിയാണ്. അങ്ങ് ചാടി വീണില്ലേ നല്ലവനായിട്ട് ഹംനാഷ്. നമുക്ക് കാണാം. ജോലി എന്തോന്നാണ്? സുന്നത്ത് ചെയ്യക്ക, കയ്യിലിരിപ്പ് അങ്ങേ അറ്റത്തെ തരാം. അപ്പം യവനല്ലേ സുന്നത്ത് ചെയ്യാനുള്ളത്? കൊല്ലം അഞ്ചൽ ഈട്ടിമൂട് ജംഗ്ഷൻ സമയം താമസിക്കുന്ന അംനാഷ് ആണ് ഭാര്യയെയും മകളെയും ചുറ്റിയ കൊണ്ട് അടിക്കാൻ ശ്രമിക്കുകയും ഭാര്യ ഉപയോഗിച്ചു വന്ന വാഗണർ കാർ ചുറ്റിയ ഉപയോഗിച്ച് തല്ലി തകർക്കുകയും ചെയ്തത്. അംനാഷ് അഞ്ചലിലും കേരളത്തിലെ പല ഭാര്യയും കുട്ടിയും കൂടെ വന്ന വാഹനം വരെ തല്ലി തകർത്ത്. എന്തിനാണ്? ഇത് ചോദ്യം ചെയ്തത് കൊണ്ട്. ആ കുട്ടിയുടെ മണ്ടയിൽ, അതായത് സ്വന്തം മകളുടെ മണ്ടയിൽ ചുറ്റിക കൊണ്ട് അടിക്കാണ്. ഒരു കൂസലുമില്ല. എങ്കിലല്ലേ യവന് അവിഹിതത്തിലോട്ട് പോകത്തുള്ളൂ കൂടുതൽ. അതിനു വേണ്ടിയിട്ട് ആ ഭാര്യയെയും കുട്ടിയെയും യവൻ എങ്ങനെയെങ്കിലും തീർക്കണം. നീ എന്തിനടി ചോദിക്കണത് എന്നുള്ള ഒരു തോന്നലാണ്. എന്ത് യവന്മാർ തെണ്ടിത്തരം കാണിച്ചാലും അവിടെ ചോദ്യം ചെയ്യാൻ പാടില്ല. ചോദ്യം ചെയ്യോ അപ്പോഴവന്മാർ വയലൻ്റ് ആവീണ്. യവന്മാരൊക്കെ ഒരു പ്രത്യേക കഴിവാണ് കേട്ടോ. ആ പോണ പോക്ക് കണ്ടില്ലേ, എന്ത് ഡീസൻറ്റിലാണ് പോണത്. സ്ഥലങ്ങളിലും സ്വകാര്യ ക്ലിനിക്ക് നടത്തി വരികയാണ്. പ്രധാനമായും സുന്നത്ത് കർമ്മമാണ് അംനാഷിന്റെ ഉടമസ്ഥതയിലുള്ള ക്ലിനിക്കുകളിൽ നടന്നു വരുന്നത്. ഈ സ്ഥാപനത്തിനെതിരെയും ഡോക്ടർ അംനാഷിനെതിരെ യവന്റെ ക്ലിനിക്കിൽ കൂടുതലും സുന്നത്താണ് നടന്നു വരുന്നത്. അപ്പം ഈ സ്ത്രീകളെ കൊണ്ടുവന്ന എന്തിന്? കാമുകിമാര് തന്നെ അപ്പം ഈ ക്ലിനിക്കിലൊക്കെ സ്ത്രീകളെയൊക്കെ കൊണ്ടുവന്ന് എന്തിനാ? കുട്ടികൾക്ക് സുന്നത്ത് ചെയ്തതിൽ വന്ന പിഴവ് സംബന്ധിച്ച് പരാതികൾ നിലവിലുണ്ട്.
2 ദിവസത്തിന് മുൻപ് അംനാഷ് ഒരു സ്ത്രീ സുഹൃത്തുമായി തന്റെ വീട്ടിൽ ഇത്രയും നാൾ പരാതികൾ നിലവിലുണ്ടായിരുന്നു. കുട്ടികൾക്ക് സുന്നത്ത് ചെയ്തു കൊടുത്തതിൽ അതിനൊക്കെ ഒരുപാട് അപാകതകൾ വന്നു. ആ കുട്ടികളല്ലേ കിടന്ന് അനുഭവിക്കണം. അപ്പോഴ് ഇവർ പരാതി കൊടുത്തിട്ട് ഒരു രക്ഷയില്ല. അവനെയാണ് ഇങ്ങനെ അഴിച്ചു വിട്ടിരിക്കണത്. അവനിപ്പോൾ കണ്ട സ്ത്രീകളെയും കൂടെ കൊണ്ടുവന്ന് ആ വാഹനമൊക്കെ അടിച്ച് തകർത്ത് നല്ല മനുഷ്യ ആളുകൾ നിന്ന് നല്ലതുപോലെ അവൻ്റെ വീഡിയോ എടുക്കുന്നുണ്ട്. ആ മുടിയൊക്കെ കെട്ടി വെച്ചിരിക്കുന്നുണ്ട്. നല്ല അടിപൊളി മുടി. ഇരിക്കുന്ന സമയത്ത് ഭാര്യ അവിടെ എത്തുകയും ഇത് ചോദ്യം ചെയ്യുകയും ചെയ്തിരുന്നു. ആ സമയത്ത് അവർ അഞ്ചൽ പോലീസിന് വിവരം അറിയിച്ചതിനെ തുടർന്ന് അഞ്ചൽ പോലീസ് സ്ഥലത്തെത്തിയിരുന്നു. 1 അല്ല 2 അല്ല 3 അല്ല 4 അല്ല 5 അല്ല ഇങ്ങനെ നിരന്തരം ഈ സ്ത്രീകളെ കാമുകിമാരെ കൊണ്ടുവന്ന് ഇന്ന ഈ ഭാര്യയുടെ മുന്നിൽ കൊണ്ടുവരേ. അത് അവർക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാവൂലേ ഇങ്ങനെ കൊണ്ടുവന്നിട്ട് ഇതേ വേലകൾ കാണിക്കുമ്പം. കാളകളെ പോലെ വളർത്തി. എടാ നിൻ്റെയൊക്കെ തള്ളമാരെ സമ്മതിച്ചു തരണം. നിന്നെയൊക്കെ ഇങ്ങനെ കാളകളെ പോലെ വളർത്തി വിട്ടിട്ട് നീയൊക്കെ എന്തൊരു ഡോക്ടർ. നിന്നെയൊക്കെ ഡോക്ടറെന്ന് വിളിക്കാൻ തന്നെ നാണക്കേടുണ്ടടാ നാറികളെ. ആ തള്ളയെ പറയിക്കാനായിട്ട് ആ പാവപ്പെട്ട എന്നെ പെറ്റു വളർത്തിയ അവരെ പറയിക്കാനായിട്ടുണ്ടായ സാധനങ്ങളെ പോണാണ്ടില്ലേ അവൻ ടോട്ടർ. അതിനുശേഷം 2 ദിവസങ്ങൾ കഴിഞ്ഞ് ഇന്ന് മറ്റൊരു സ്ത്രീ സുഹൃത്തുമായി ഡോക്ടർ അംനാഷ് വീട്ടിലെത്തിയ സമയം ഭാര്യയും മകളും അവിടെ എത്തുകയും അംനാഷിനെ ചോദ്യം ചെയ്യുകയും ചെയ്തു. അവിടെ വെച്ച് ഇവർ തമ്മിൽ തർക്കം ഉണ്ടാവുകയും തന്നെ അവർ അഞ്ചൽ അവർക്ക് സഹിക്കാൻ വയ്യാത്തത് കൊണ്ടാണ് അവർ ചോദ്യം ചെയ്തത്. ഇങ്ങനെ നിരന്തരം ആയിക്കൊണ്ടിരുന്നപ്പോൾ ആ ഭാര്യയ്ക്കും കുട്ടിക്കും സഹിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് അത് ചോദ്യം ചെയ്തത്. ചോദ്യം ചെയ്തപ്പോൾ അവരെ ഉപദ്രവിക്കണം, അവരെ എങ്ങനെയെങ്കിലും അടിച്ച് പായിക്കണം. പിന്നെ ഈ കണ്ട സ്ത്രീകളെ ഇല്ല എന്തൊരു ജാഥ വരും കണക്ക് അങ്ങ് വീട്ടിനകത്ത് കയറ്റണം. സുന്നത്താണെന്ന് പറയുന്നത്. പിന്നെ എന്തിനീ സ്ത്രീകളെ കൊണ്ടുവന്നു? വെച്ച് ഇവർ തമ്മിൽ തർക്കം ഉണ്ടാവുകയും തന്നെ അവർ അഞ്ചൽ പോലീസിൽ വിവരം അറിയിക്കുകയും ചെയ്തു. എന്നാൽ പോലീസ് എത്തും മുൻപേ ഡോക്ടർ അംനാഷ് ചുറ്റിക ഉപയോഗിച്ച് മകളെ അടിക്കുകയുണ്ടായി. മകൾ ഒഴിഞ്ഞു മാറിയില്ലായിരുന്നുവെങ്കിൽ ജീവൻ തന്നെ അപകടം. അവിടെ മകളൊന്നും വേണ്ട, ഭാര്യയും വേണ്ട, മകളും വേണ്ട. അവിഹിതം കാമുകിമാര് മതി. അപ്പൊ പിന്നെ ഭാര്യയും വേണ്ട മകളും വേണ്ട. ഉണ്ടില്ലേ ചെത്ത് സ്റ്റൈലില് മുടിയൊക്കെ അങ്ങോട്ട് കെട്ടി വെച്ച് സംഭവിക്കുമായിരുന്നു എന്ന് ദൃക്സാക്ഷികൾ പറയുന്നു. മകളെ രക്ഷിക്കുന്നതിന് വേണ്ടി ഇടയ്ക്ക് കയറിയ ഭാര്യയും ഡോക്ടർ അംനാഷ് മർദ്ദിക്കുകയും ഭാര്യ ഉപയോഗിച്ചു വന്ന വാഹനം എങ്ങനെയെങ്കിലും ഭാര്യ തീർന്നെങ്കിൽ എന്നും പറഞ്ഞാണ് ഇരുന്നത്. മകളും വേണ്ട ഭാര്യയും വേണ്ട, എങ്കിലല്ലേ അവൻ്റെ കുൽസിതങ്ങൾക്ക് പറ്റുള്ളൂ. അതുകൊണ്ട് ഇവരെ എങ്ങനെയെങ്കിലും തീർക്കണം. അതിന് വേണ്ടിയിട്ടുള്ള അവൻ്റെ പ്ലാൻ ആയിരുന്നു. ഇതുപോലെ ഒരുപാട് സംഭവങ്ങൾ നടക്കുന്നുണ്ട്. നമ്മളെ മുഖ്യമന്ത്രിയൊക്കെ ഒന്ന് ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊന്ന് പ്രതികരിച്ചെങ്കിൽ കൊള്ളായിരുന്നു. ഈ സ്ത്രീകൾക്ക് നേരെ ഉണ്ടാകുന്ന അതിക്രമങ്ങൾ, അതുപോലെ കുട്ടികൾക്ക് നേരെ ഉണ്ടാകുന്ന അതിക്രമങ്ങൾ, ഇതൊക്കെ ഇല്ല കണ്ടുമില്ല കേട്ടുമില്ല എന്നും പറഞ്ഞിരിക്കാതെ ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളൊന്ന് പ്രതികരിച്ചെങ്കിൽ നല്ലതായിരുന്നു. യവന്മാർക്ക് അതിൻ്റെതായ ശിക്ഷ കൊടുത്തിരുന്നെങ്കിൽ അതും വലിയ ഉപകാരമായിരുന്നു. കാറിന്റെ ചില്ലുകൾ മുഴുവൻ അടിച്ചു തീർക്കുകയും ചെയ്തു. ആ സമയം അഞ്ചൽ പോലീസ് സ്ഥലത്തെത്തി അംനാഷിനെ അറസ്റ്റ് ചെയ്ത് വൈദ്യപരിശോധനയ്ക്ക് ശേഷം കോടതി ഹാജരാക്കി. അഞ്ചൽ പോലീസ് അറസ്റ്റ് ചെയ്ത് പുള്ളിക്കാരനെ കോടതിയിൽ ഹാജരാക്കി. എന്തരാണ് അവൻ ഇപ്പം പണം കൊടുത്ത് ഇറങ്ങിപ്പോവും. യവന്മാർ ഇതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്തിട്ട് ഒരു വഴിക്കൂടെ പണം കൊടുത്ത് യവന്മാർ ഒതുക്കി തീർക്കും. ഇതിപ്പോൾ എന്തായാലും ന്യൂസായിട്ട് വന്നു, വലിയ ഉപകാരം. അതുകൊണ്ട് ലോകത്തുള്ള ജനങ്ങൾ യവൻ്റെ ഈ പ്രവൃത്തി അറിയാൻ കഴിഞ്ഞ് ഈ പരമനാറി എന്ന് പറയുന്ന ഈ ഡോക്ടർ എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്ന യവൻ്റെ തനി സ്വഭാവം അറിയാൻ കഴിഞ്ഞു. അതുകൊണ്ട് വളരെ നന്ദി. ഇനി നമുക്ക് കുട്ടികൾക്ക് നേരെയും അതുപോലെ സ്ത്രീകൾക്ക് നേരെയൊക്കെ ഉണ്ടാകുന്ന കുറച്ച് അനുഭവങ്ങളും കൂടി ഒന്ന് കാണാം. അതും വേണമല്ലോ. 24 വയസ്സായ ഒരു പെൺകുട്ടിയുടെ മണ്ടയിൽ ഒരു കാമക്കടുവ ചാടി വീണു. അപ്പം നമുക്കതൊന്ന് കാണാം. ഇത് കൊല്ലം ചിതറയിലാണ് നടക്കണം. 24 വയസ്സായ ഒരു പെൺകുട്ടി, വീട്ടിനകത്തിരുന്ന ഒരു പെൺകുട്ടി, 24 വയസ്സായ ഒരു പെൺകൊച്ചിനെയാണ് ഈ കാമക്കടുവ വീട്ടിനകത്ത് കയറി പിടിക്കാൻ ശ്രമം. അപ്പം ആ ന്യൂസ് ഒന്ന് കേൾക്കാം. കൊല്ലം ചിതറയിൽ 24-കാരിയെ വീടിനുള്ളിൽ പീഡിപ്പിക്കാൻ ശ്രമം. ഓട്ടോറിക്ഷ ഡ്രൈവർ പോലീസ് പിടിയിൽ.
ഈ ഓട്ടോക്കാരന്മാരായ കിളവന്മാരെ നിൻ്റെയൊക്കെ മീശയും നരച്ച് മുടിയും നരച്ച് താടിയും നരച്ച് ഇട്ടോ നിൻ്റെയൊക്കെ ഇയാളെ കണ്ടറിയാം മോളെ പ്രായമാവാനുള്ള ഒരു കുട്ടിയാണ്, 24 വയസ്സുള്ള ഒരു കുട്ടി. അപ്പം അതിനെയൊക്കെ കയറി ഇങ്ങനെ പിടിക്കണമെന്ന് വെച്ചാൽ ഇട്ടോ നിനക്കൊക്കെ ഭാര്യയും മക്കളും ഇല്ലേ, അതൊക്കെ എന്തോന്ന് വേസ്റ്റായ, അതൊക്കെ പഴവിയല്ലേ, ഭാര്യ പഴവിയല്ലേ, പിള്ളേരെ പിറക്കെ എന്തിനാണ് പോണ കേട്ടോ. അല്ലെങ്കിൽ നിൻ്റെ മോളെ പ്രായം, അല്ലെങ്കിൽ നിൻ്റെ മോളെ പ്രായമുള്ളൊരു കുട്ടിയല്ലേടാ നാറി. ഇതറ ചല്ലിമുക്ക് വട്ടക്കരിക്കകം സ്വദേശി നിസാറുദ്ദീൻ കോയാന്നും കൂടെ ചേർക്കണം. നിസാറുദ്ദീൻ ആണ് പോലീസ് പിടിയിലായത് കേട്ടാ, നിസാറുദ്ദീനെ. അപ്പം നമുക്കിത് ബാക്കി കാണാം. പോണ പോക്ക് കണ്ടില്ലേ കിളവൻ. എന്തോ ഒരു സ്റ്റൈല്, കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ച് പോണ പോക്ക് കണ്ടില്ലേ, മൂക്കില് നര. യവന്മാരെ കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യാൻ, ഒന്നും ചെയ്യാനില്ല, അങ്ങ് കട്ട് ചെയ്ത് കളയണം. ഇനി അതേ ഉള്ളു, ഇനി അങ്ങനെ തെളിയിച്ച് കൊടുക്കണം. അങ്ങനെ തെളിയിക്കുമ്പോൾ മാത്രമേ ഇവന് പേടിയുള്ളൂ. ഒരെണ്ണമെങ്കിലും അങ്ങനെ സംഭവിക്കണം. നമ്മുടെ നിയമം അത് അങ്ങനെ ചെയ്യണം. ഒരെണ്ണമെങ്കിലും ഒരുത്തനെങ്കിലും ഇങ്ങനെ കട്ട് ചെയ്ത് അങ്ങ് കളയുമ്പം അവന്മാർക്ക് പേടി കാണും. ന്യൂസ് കാണുമ്പം വിചാരിക്കും, ഇങ്ങനെ ഒരാളിനെങ്കിലും ഇങ്ങനെ ചെയ്തല്ലോ, അതുകൊണ്ട് ഇനി ഇങ്ങനെ കുട്ടികളെ മണ്ടയിലായിരുന്നാലും ഇടത്തരം സ്ത്രീകളെ മണ്ടയിൽ മുതുക്കിയുള്ള നീയൊക്കെ കൊണ്ടുപോകും. മുതുക്ക് കാളകൾ, ഇങ്ങനെയൊക്കെയുള്ള കുറേ കാളകൾ കിടപ്പുണ്ട്, കാളച്ചികൾ, അവളെയൊക്കെ പിറക്കിയെന്ന് പോകും. ഇങ്ങനെ അഴിമതിയായിട്ട് കിടക്കുന്ന കുറേ എണ്ണം ഉണ്ട്. എന്നാലും ഈ കുട്ടികളെയും ഈ പെൺകുട്ടികളെയും മണ്ടയിലോട്ട് നീയൊക്കെ വലിഞ്ഞഴഞ്ഞ് കയറണം. നിനക്കൊക്കെ ഒരെണ്ണത്തിനെങ്കിലും ഇതുപോലെ കട്ട് ചെയ്ത് ഇങ്ങനെ അങ്ങ് കളഞ്ഞ ഒരു അനുഭവം നീയൊക്കെ ന്യൂസിലൂടെ കണ്ട് നീയൊക്കെ പേടിക്കണം. അങ്ങനെ ഒരു നിയമം വരണം, വന്നാൽ മാത്രമേ ഇത് ശരിയാവൂ. അങ്ങനെ അവനെയും പിടിച്ചോണ്ട് പോയിട്ട് എന്തിനാണ്, അവനെ തീറ്റിപ്പോറ്റാനാണ് കൊണ്ടുപോയിട്ട് ഇപ്പം അങ്ങ് ഇറക്കി വീടും കേട്ടാ. അവന് വല്ല പേടിയുണ്ട. ഇതുപോലെ തന്നെ ഈ ഇങ്ങനെ പിടിച്ചോണ്ട് പോണവര് വീണ്ടും ഇതേ അനുഭവങ്ങൾ തുടർന്നു കൊണ്ടേയിരിക്കും. അവന്മാർക്ക് ശിക്ഷയില്ല. ഇതിനൊരു ശിക്ഷ വന്നാൽ മാത്രമേ, ഇതിന് അവന്മാർക്ക് പേടിയുള്ള ഒരു സംഭവം വന്നാൽ മാത്രമേ ഇവന്മാർ പേടിക്കൂ, ഇല്ലാതെ ഒരു രക്ഷയില്ല. പെൺപിള്ളേർ ധരിക്കണ വേഷം കൊണ്ടാണ് അവന്മാർക്ക് കടിമൂത്ത് പെൺപിള്ളേരുടെ അടുത്തോട്ട് ചെല്ലണത്. ആദ്യം ഈ വേഷം നിർത്തണമെന്ന് ഞാൻ പറയാം. ഇപ്പം ഈ ഇടയ്ക്ക് പർദ്ദയിട്ട് നടന്ന് മൊത്തത്തിൽ ചുറ്റിക്കെട്ടി കണ്ണ് മാത്രം കാണിച്ചുകൊണ്ട് ഒരു പെൺകുട്ടി ട്രെയിനിനകത്ത് കയറി. ആ പെൺകുട്ടിക്കും ഇതേ ഒരു അനുഭവം ഉണ്ടായി. അത് പർദ്ദയിട്ട് മൊത്തത്തിൽ അത് മറച്ച് ശരീരം നല്ലതുപോലെ മറച്ച് വെച്ചിരുന്ന ഒരു പെൺകുട്ടിക്കാണ് ഈ അനുഭവം ഉണ്ടായത്. അതിന് ചിലർ പറയണം എന്തോന്നാണ്, പെൺപിള്ളേരെ വേഷം കൊണ്ടാണ്, പെൺപിള്ളേരെ വേഷവിധാനം കൊണ്ട്. അപ്പം ആ പർദ്ദയിട്ട പെൺകുട്ടിക്ക് പോലും ഇതേപോലുള്ള ഒരു അനുഭവം ഉണ്ടായെങ്കിൽ യവന്മാരെ എന്ത് ചെയ്യണം? യവന്മാർക്ക് ഭ്രാന്തളവും. ഇതിന് വേറെ ഞരമ്പ് രോഗം, വേറെ 2-3 വാക്കുകളൊക്കെ പറയും. യവന്മാർക്ക് ഈ കടി മൂക്കുമ്പോഴാണ് യവന്മാർ ഇതുപോലുള്ള പ്രവർത്തികൾ ചെയ്യണം. അരച്ച് കയറുന്നുണ്ട് എനിക്ക്. ഇതാ അടുത്തത്. ഇത് ആയൂർ ടൗണിൽ വെച്ചാണ്. യവന്മാരെയൊക്കെ എന്തോന്ന് ചെയ്യണം? ചെറുപ്രായത്തിലുള്ള കുട്ടികളടുത്ത് വരെ ലൈംഗിക അതിക്രമം കാണിക്കണമെങ്കിൽ യവന്മാരെ ഞാൻ പറഞ്ഞത് എന്നെ ചെയ്യാനുള്ളത് അത് തന്നെ ചെയ്താൽ മാത്രമേ ഇനി കുട്ടികളടുത്തൊക്കെ ഇങ്ങനെ കാണിക്കാതിരിക്കൂ. യവന്മാർക്ക് ചെറിയതാണെന്ന് കുട്ടികളാണെന്നോ അങ്ങനെയൊന്നും ഇല്ല. ഒരു കഷ്ടമാണ് കേട്ടാ. ഇപ്പം നമുക്ക് ആരാണെന്ന്, ഇതും കോയ വല്ലതും ആയിരിക്കും. തിരുവങ്ങോട് ഭരതന്നൂർ ആമിന മനസ്സിൽ 55 വയസ്സുള്ള അൻസാരിയാണ് പോക്സോ കേസിൽ അറസ്റ്റിലായത്. എടാ നീയും ഒരു കോയയിൽ പെട്ടതാണല്ലോടാ അൻസാരി. എടാ നിനക്കൊന്നും വേറെ ഒരു പണിയില്ലടാ. നിന്റെയൊക്കെ ഉമ്മമാരെടാ, നിന്നെയൊക്കെ വളർത്തിയ നിന്റെ ഉമ്മമാരും അതുപോലെ നിന്റെ വീട്ടിലുള്ളവർക്കൊക്കെ നാണക്കേടല്ലേടാ കോയമാരെ. എല്ലാമാരും ഇപ്പം 3 എടുത്തത് 3 കോയമാരായിപ്പോയല്ലോ എന്ന് ഓർക്കുമ്പോൾ വിഷമമുണ്ട്. ഇത് ഓട്ടോക്കാരനാണെന്നേ. ഇപ്പം കടിമൂത്തോൻ്റെ ബാക്കി നമുക്ക് കേൾക്കാം.
കഴിഞ്ഞ ദിവസം വൈകിട്ട് വീട്ടിലേക്ക് പോകാനായി ബന്ധുവിനോടൊപ്പം ആയൂർ ടൗണിലെത്തിയ 10 വയസ്സുള്ള കുട്ടിയെയും കുട്ടിയുടെ സഹോദരനെയും ടൗണിൽ നിർത്തിയ ശേഷം കുട്ടിയുടെ ബന്ധു ഓട്ടോറിക്ഷ വിളിക്കാനായി പോയ സമയം അൻസാരി കുട്ടിയെ ബലമായി കടന്നു പിടിക്കുകയും പീഡനശ്രമം നടത്തുകയുമായിരുന്നു. കുട്ടിയുടെ നിലവിളി കേട്ട് തൊട്ടടുത്തുള്ള വ്യാപാരികളും നാട്ടുകാരും ഓടിയെത്തിയ കുട്ടിയെ രക്ഷിക്കുകയും അത് അവിടെ നിന്ന കുട്ടിയാണ്. ഓട്ടോ വിളിച്ച് അതിൻ്റെ വീട്ടിൽ പോകാനായിട്ട് വന്ന് നിന്ന കുട്ടിയെ ഇവന്മാർ ഇതിനായിട്ട് ഇറങ്ങി നടക്കണം. ഇടാ നിനക്കൊന്നും ഒരു പണിയില്ലേടാ, ചുമ്മാ അല്ല നീയൊക്കെ ഈ ടൗണിൽ അവിടെ കുറേ അപ്പൂപ്പന്മാരിരിക്കണം, നിനക്കൊന്നും ഒരു പണിയില്ലേ? ഇത് നല്ല പ്രായമുള്ള കിളവനെ. രക്ഷപ്പെടാൻ ശ്രമിച്ച അൻസാരിയെ പിടികൂടി ചടയമംഗലം പോലീസിന് കൈമാറി. കുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തിയ ചടയമംഗലം പോലീസ് അൻസാരിക്കെതിരെ പോക്സോ അടക്കമുള്ള വകുപ്പുകൾ ചുമത്തി കേസെടുത്തു. അറസ്റ്റ് രേഖപ്പെടുത്തിയ പ്രതിയെ വൈദ്യപരിശോധനയ്ക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. ആയൂർ ടൗണിൽ വെച്ച് കോയമാരും മറ്റുള്ളവന്മാരും ഉണ്ട്. എന്നാലും ഇപ്പം ഞാൻ ഇന്ന് കണ്ട ന്യൂസ് മൊത്തം കോയമാരാണ്. മൂക്കോയ, ഹസൻകോയ, പിന്നെന്തേര് കോയ, ഹംനാഷ് കോയ, ഞാലിക്കുട്ടി കോയ, ഇങ്ങനെയുള്ള കുറേ കോയന്മാരും ഉണ്ട്, അല്ലാതെ ഉള്ളവരും ഉണ്ട്. ഏതമ്മമാരായിരുന്നാലും എടോ നിനക്കൊക്കെ നാണവുമാനം ഇല്ലാത്ത കുറേ എണ്ണം ഇറങ്ങിയിട്ടുണ്ടല്ലോ. ഇപ്പം കണ്ട ഈ യവനെ കണ്ടാൽ മക്കളെയും കെട്ടിച്ച് അവരെ മക്കളാവാനുള്ള പ്രായമുള്ള ഒരുത്തനാണ് ആ ഒരു കുട്ടിയുടെ മണ്ടയിൽ ചാടി വീങ്ങി. അപ്പം യവന്മാർക്കൊക്കെ കടി മൂത്തിട്ടല്ലേ യവന്മാർ ഈ കാണിക്കുന്നത്? യവന്മാർക്ക് അത്രയ്ക്ക് കടി ഇളവിയാ. എടാ നീയൊക്കെ തിളച്ച എണ്ണയിലോട്ട് പോയിരിക്കുക, അല്ലെങ്കിൽ മുള്ളുമുരുക്കിലോട്ട് ചെന്ന് കയറിയിട്ട് താഴോട്ട് നിരങ്ങി ഇറങ്ങ്. നീയൊക്കെ ഇതിലും ഭേദം അതാണ് നല്ലത്. പോയി ചത്തൂടെടാ നിനക്കൊക്കെ.